മലയാളം ബിഗ് ബോസ് സീസൺ 7 പുതിയ അപ്ഡേഷൻ നോക്കാം. നമ്മുടെ ജിസേൽ ഗ്യാങ്ങിനെ അല്ലെങ്കിൽ അക്ബർ ഗ്യാങ്ങിനെ വിറപ്പിക്കാൻ ഒരു കണ്ടസ്റ്റൻ്റ് എത്തിയിരിക്കുകയാണ്. വേറെ ആരുമല്ല, നമ്മുടെ ആദിലയാണ്. ആദില മാത്രമല്ല കേട്ടോ, നൂറയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസം ഇവരൊരു സേഫ് ഗെയിം ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. നോമിനേഷനിൽ വന്നപ്പോൾ അവരവരുടെ ഗെയിം സ്ട്രാറ്റജിയൊക്കെ പുറത്ത് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അക്ബർ ഗ്യാങ്ങിനെ ഇപ്പോൾ ആദില വിളിക്കുന്നത് ട്രൗസർ വള്ളികളെന്നാണ്. ട്രൗസർ നമ്മുടെ ജിസയിലും, വള്ളികളായിട്ട് അക്ബറും ആര്യനും ശരത്തും റെനയൊക്കെ അതിൽ ഉൾപ്പെടും. അക്ബറിൻ്റെയും ശരത്തിൻ്റെയൊക്കെ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ അനുമോളെ ടിഗർ ചെയ്യാൻ വേണ്ടി പാട്ട് പാടുക, അല്ലെങ്കിൽ എന്തെങ്കിലും തമാശ പറയുക. ആ രീതിക്കാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നതും ടിഗർ ചെയ്യുന്നതും ഫൈറ്റ് ചെയ്യുന്നതൊക്കെ. അതുവരെ പിടിച്ചു നിർത്താനുള്ള നാക്കും വാക്കും ബുദ്ധിയും ആദിലയ്ക്കും നൂറയ്ക്കുമുണ്ട്. എനിക്ക് തോന്നുന്നു ആദിലയുടെയും നൂറയുടെയും മുമ്പിൽ ഇപ്പോൾ അക്ബർ വലുതായിട്ടൊന്നും ഫൈറ്റിനോ അല്ലെങ്കിൽ ടിഗർ ചെയ്യാനൊന്നും പോകുന്നില്ല. കാരണം നല്ല രീതിക്ക് പറഞ്ഞു നിൽക്കുന്നുണ്ട് ആദില. എന്ന് കരുതി അക്ബറിനും ശരത്തിനും പേടിയാണെന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചിലപ്പോൾ വലിയ പ്രശ്നത്തിലേക്ക് പോകണ്ടല്ലോ, എന്തിനാണൊരു പ്രശ്നമെന്ന് കരുതി മാറി നിൽക്കുന്നതാവാം. എന്തായാലും ആദിലയുടെയും നൂറയുടെയും അടുത്ത് അതൊന്നും വില പോകില്ലെന്ന് അവർക്ക് മനസ്സിലായി. ചായ കുടിക്കുന്ന സമയത്ത് ശരത്ത് ആദിലയുടെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്, ചായ കുടിച്ചോ, ഇനി എന്തെങ്കിലും വേണോ എന്ന്. അതിന് ആദില പറയുന്നത്, പരിപ്പോടെ ഉണ്ടോ, അല്ലെങ്കിൽ കുറച്ച് ഗ്രൂപ്പിസും കിട്ടുമോ, ട്രൗസർ വള്ളികളില്ല, ട്രൗസർ വള്ളികൾ പൊരിച്ചത് മതിയായിരുന്നു, കുറച്ച് ഓയിൽ കുറച്ച് മതി കേട്ടോ, നമ്മുടെ ദഹനക്കാരൻ അക്ബറിനോട് പറഞ്ഞേക്ക് ഓയിൽ കുറച്ച് മതി എന്ന്. ഇതൊക്കെ ചിരിച്ചുകൊണ്ട് ശരത്ത് കേൾക്കുന്നുണ്ട്. കാരണം ശരത്ത് ഇപ്പോൾ കിട്ടിയോ ഇല്ല, ചോദിച്ചു വാങ്ങി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇങ്ങോട്ട് വന്ന് ആദിലയോട് ചോദിച്ചതാണ്. പിന്നെ ആദിലയും ശരത്തും തമ്മിൽ ഒരു ബ്രദർ സിസ്റ്റർ ആ ഒരു ബോണ്ട് ഉള്ളത് കൊണ്ട് അവർ ചിരിച്ച് കളിച്ച് അതങ്ങ് എടുക്കുന്നുണ്ട്. ആദിലയുടെ അടുത്ത് ഒരു രീതിയിലും പറഞ്ഞു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ശരത്തും അക്ബറും. എന്തായാലും ആ ഒരു ഗെയിം സ്ട്രാറ്റജി പൊളിച്ചു. അനുമോള് ആദിലയുടെ ഒപ്പം കൂടിയപ്പോൾ അനുമോളും കുറച്ച് സ്ട്രോങ് ആയി വരുന്നത് പോലെ തോന്നുന്നുണ്ട്. പുതിയ ഗെയിം സ്ട്രാറ്റജിയൊക്കെ അനുമോളും ഇപ്പോൾ പരീക്ഷിക്കുന്നുണ്ട്. ആദില അനുമോളെ മോട്ടിവേറ്റ് ചെയ്യുന്നുമുണ്ട്, ടിഗർ ആവരുത്, അവർ നിന്നെ ടിഗർ ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, നീ പെട്ടെന്ന് ടിഗർ ആകുന്നത് കൊണ്ട് തന്നെയാണ് അവർ നിന്നെ ടാർഗറ്റും ചെയ്യുന്നത്, നീ ടിഗർ ആകാതിരുന്നാൽ അവർ വേറെ ആളെ നോക്കി പൊക്കോളുമെന്നൊക്കെ പറയുന്നുണ്ട്. അനുമോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല കാര്യത്തിനും ടിഗർ ആകാതെ ശ്രദ്ധിക്കാതെ മൈൻഡ് ചെയ്യാതെയൊക്കെ നടക്കുന്നുണ്ട്. അക്ബർ ഗ്യാങ്ങിനെ പൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആ ഗ്രൂപ്പുകളി തകർക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ഒന്നീൽ, അഭിലാഷ്, ഷാനവാസ്. ആ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിനെക്കാട്ടിലും വെല്ലുന്ന ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ആദില, നൂറ, അനുമോൾ, ശൈത്യ. ഇവർക്കെന്തായാലും അക്ബർ ഗ്യാങ്ങിനെ എതിർത്ത് നിൽക്കാനുള്ള കഴിവ് നന്നായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഷാനവാസിൻ്റെ ആ ഒരു ഗ്രൂപ്പിനെക്കാട്ടിലും കഴിവ് ഇവർക്കുണ്ട്. നമ്മുടെ ഷാനവാസിൻ്റെ ആ ഒരു ഗ്രൂപ്പ് ഈ ഗേൾസിൻ്റെ ഗ്രൂപ്പിനെ, അതായത് ആദില, നൂറ, അനുമോൾ, ശൈത്യ, അവരെ അവരുടെ കൂടെ ചേർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഷാനവാസിൻ്റെ ഗ്രൂപ്പിൻ്റെ കൂടെ. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ഗ്രൂപ്പിസം കളിക്കാതെ ഇവർ ഒറ്റയ്ക്ക് തന്നെ നിന്ന് അക്ബറിനെ നേരിട്ടാൽ മതിയെന്നാണ്. കാരണം അതിനുള്ള കഴിവും ബുദ്ധിയും വാക്കും നാക്കും എല്ലാം ഇവരുടെ കയ്യിലുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പുതിയ ലൈവ് അപ്ഡേഷനുമായി വീണ്ടും വരാം.